സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലോകിനായിട്ട് കൈകോർക്കണം മിഥുൻ. അത് ആര്യൻ്റെ ശത്രുടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അലോകിന് മിഥുനോട് താല്പര്യമാവുന്നുണ്ട്. അങ്ങനെ കമ്പനിയിൽ ഒരാവശ്യത്തിനായി സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് നമുക്ക് ആലോചിക്കാൻ വേണ്ടത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തോടെ ഇനി നമ്മുടെ അലോക് മിഥുൻ പിരിയുന്നത്. പിന്നീട് ഗോമതിയെ കാണിക്കുന്നത് ഗോമതി ബാലനോട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറയുന്നുണ്ട്. ശരി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ നാളെ നിനക്ക് വേണ്ടി ഞാൻ പോരാ നിൻ്റെ സമാധാനത്തിന്. അവിടെ ഒരു ജ്യോത്സ്യൻ അതായത് സിദ്ധനുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോരാം. അത് സിദ്ധനെ കാണാൻ വേണ്ടിയിട്ടൊന്നല്ല, പക്ഷേ എനിക്ക് എൻ്റെ ആനന്ദിൻ്റെ വിവാഹകാര്യം നടത്തണം. സമയമായി, ഞാൻ ശപഥം ചെയ്ത സമയമായിട്ടുണ്ട്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ ചെരുപ്പിടാണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആനന്ദിനെ ആകാശനൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് നിൻ്റെ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടായിരിക്കും, നിനക്കൊരു കുടുംബജീവിതം വേണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മീനാക്ഷിയും ആകാശും അതുപോലെ തന്നെ മാമനടക്കം പറയാതേടാ ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ ഇനി മുടക്കൊന്നും പറയരുത്. നീ മുടക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് ബാലൻ പറയുന്നു. എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ബാലൻ. പിന്നീട് വീടൊക്കെ പൂട്ടി ആര്യനും ഇത്രയും ഇറങ്ങണ് സ്ഥിരം പോകുന്ന പോലെ തന്നെ. ആ സമയത്ത് മിഥുനും കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്രണയ ജോഡികളുടെ കൂടാരോ അല്ലേന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പം തൽക്കാലം കയ്യബദ്ധമൊന്നും ചെയ്യരുതെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത് തന്നെയല്ല ഫ്രണ്ടിലൂടെ ഉപദ്രവിക്കില്ല ഞാൻ ബാക്ക് വഴി ആരും കാണാതെ ഞാൻ പണി കൊടുക്കുള്ളൂ, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ വീടൊന്ന് കണ്ടെത്തണമെന്നുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ അലോകിനോട് അലോകിൻ്റെ കമ്പനിയിൽ എന്നെ പാർട്ട്ണറാക്കാൻ ഞാൻ പറയും, പൈസയും കൊടുക്കും. അപ്പോൾ എന്നോട് വലിയ താല്പര്യമാവും. അങ്ങനെ ഞാൻ കൃഷ്ണമംഗലത്ത് കയറിക്കൂടും. ഇവളെ ഞാൻ എങ്ങനെയെങ്കിലും പാട്ടിലാക്കി കൃഷ്ണമംഗലത്ത് എത്തിക്കും. എന്നിട്ട് കൃഷ്ണമംഗലത്തെ സ്വത്താണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ മിഥുൻ പറഞ്ഞപ്പോൾ നടന്നത് തന്നെയെന്നൊക്കെ മനസ്സിലൊക്കെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആര്യൻ മിത്രനൊക്കെ കോളേജിലാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴി ബാലനും ഗോമതിയും വരുന്നുണ്ടാവും. അങ്ങനെ മകൻ്റെയും അച്ഛൻ്റെയും വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. വലിയ കാര്യമായിട്ടില്ലെങ്കിലും ഗോമതി വണ്ടിയിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി. ഗോമതി പറയും, വലിയ മോനെ അമ്പലത്തിൽ പോകുന്ന വഴിയായിരുന്നു, നിന്നൊന്ന് കാണാൻ പറ്റിയല്ലോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. ആ ബാലൻ പറയുന്നുണ്ട്, ശകുനം എന്ത് പറ്റാൻ, ശകുന ഈ അമ്പലത്തിൽ പോകാൻ നിന്നതെന്ന് പറഞ്ഞപ്പോൾ അതെ ഞാൻ ശകുനമാണെന്നല്ല എനിക്കറിയാമെന്ന് പറയും. മോനെ അങ്ങനെയല്ല അച്ഛൻ ഉദ്ദേശിച്ചത്, ആനന്ദേട്ടന് വേണ്ടി കഴിഞ്ഞിട്ട് ഒരു പൂജ ചെയ്യാൻ പോവുകയായിരുന്നു, അപ്പോൾ വണ്ടി മുട്ടിയില്ലേ അതെന്ന് അച്ഛൻ പറഞ്ഞതല്ലാണ്ട് മോനോട് സ്നേഹക്കുറവുണ്ടായിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഉള്ളിൽ പരസ്പരം സ്നേഹമുണ്ട്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സഹായിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ കാരണം വിഷമിക്കുന്നത് ഞാനാണ്, അല്ലെങ്കിൽ അമ്മമാർക്കല്ലേ എന്നും കണ്ണീരുണ്ടാവാന്ന് പറഞ്ഞ് ഗോമതി കരയുന്നുണ്ടപ്പോൾ നമ്മുടെ ആര്യന് വല്ലാത്ത വിഷമാവുന്നുണ്ട്. പക്ഷെ ആര്യൻ പറയുന്നുണ്ട്, അമ്മയെ വിഷമിക്കേണ്ട, ഞാൻ ഞാനൊന്നും പറയില്ല, ആനന്ദേട്ടൻ്റെ വിവാഹം നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും സംസാരിക്കുന്നുണ്ട്. അച്ഛൻ എന്തായാലും പറയുന്നത് സ്വർണത്തിൻ്റെ കാര്യമല്ലേ, ആ സ്വർണ്ണം ഞാൻ തിരിച്ചു കൊടുക്കും, എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാനത് കൊടുത്തിരിക്കുന്നു ഉറപ്പോൾ. നന്നായി ഗോമതി, എൻ്റെ ഒരു മോനെങ്കിലും ഉത്തരവാദിത്തമൊക്കെ ആയി തുടങ്ങിയല്ലോ, പക്ഷെ അത് അച്ഛനെ തോൽപ്പിക്കാനാണെന്ന് മാത്രം എന്ന് പറഞ്ഞ് ആര്യനൊന്നും കേൾക്കാത്ത പോലെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെ കാണിക്കുന്നത് മീനാക്ഷിനെയും ആകാശിനെയാണ്. മീനാക്ഷിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണം ആകാശ്. അതിനുശേഷം മീനാക്ഷി ആകാശിനോട് പറയുന്നുണ്ട്, താങ്ക്സ് ആകാശ്, ഞാൻ ഇത്രയും നേരം എന്തൊരു സന്തോഷത്തിലായിരുന്നു, നമ്മൾ പ്രണയിച്ച് നടന്നിരുന്നപ്പോഴത്തെ കാലങ്ങളൊക്കെ ഇനി എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതേ മനസ്സിൽ റൊമാൻസ് അവസാനിച്ചാൽ ജീവിതം അവസാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാര് പറഞ്ഞു എന്ന് ചോദിക്കും. ഞാൻ തന്നെ, അല്ലാണ്ട് ഷേക്സ്പിയർ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മീനാക്ഷി ഞാനൊരു കാര്യം പറയാൻ മറന്നല്ലോ, അപ്പോൾ എന്താണെന്ന് ചോദിക്കും. ആരോടും പറയരുതെന്ന് പറയില്ല, എന്നാൽ അങ്ങോട്ട് ചെവിയിൽ പറയാം, സ്വകാര്യമാണെന്ന് പറഞ്ഞ് രഹസ്യം പറയുന്നവർ വന്നിട്ട് മീനാക്ഷിയുടെ കവളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ആകാശ്. ഇങ്ങനെ ആകാശിൻ്റെ റൊമാൻസ് അവസാനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു തെളിവാണ് കാണിച്ചത്. ആ സമയത്ത് മീനാക്ഷിക്ക് വല്ലാണ്ട് നാണമൊക്കെ വരുന്നുണ്ട്. പിന്നീട് മീനാക്ഷിയുടെ ഓഫീസിലെ ചേച്ചി വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ട് പോകും. ആകാശിന് ടാറ്റൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ കാണിക്കുന്നത്, അമ്പലത്തിൽ ഗോമതിയും ബാലനും പ്രാർത്ഥിക്കണേ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും, എന്തായാലും ബാലേട്ടൻ അമ്പലത്തിലേക്ക് വന്നതല്ലേ, ദേവി കനിയും, നമ്മുടെ ആനന്ദിൻ്റെ വിവാഹം നടക്കും. അങ്ങനെ തിരുമേനിയും വന്ന് പറയുന്നുണ്ട്, ബാല എന്തായാലും നിങ്ങളങ്ങനെ വരാറില്ലാത്തതല്ലേ, നിങ്ങളുടെ പ്രാർത്ഥന നടക്കാണ്ടിരിക്കില്ല, ഉറപ്പായിട്ടും നടക്കും, നിങ്ങളുടെ പൂജയ്ക്ക് കുറച്ച് സമയം പിടിക്കും, അതുകൊണ്ട്
പ്രസാദം കിട്ടുന്നവരെയും വെയിറ്റ് ചെയ്യണോട്ടെന്ന് പറഞ്ഞപ്പോൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യുക തിരുമേനി എന്ന് പറയും. അതേസമയം തന്നെ വേറൊരു ഫാമിലിയിലും കാണിക്കുന്നുണ്ട്. അവർ വരുന്നുണ്ട്. ഉദയഭാനു എന്നായിരുന്നു അയാളുടെ പേര്. അയാളും ഭാര്യയും നല്ല ഭയങ്കര പണക്കാരാണ്. അങ്ങനെ തിരുമേനി അവരെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. ഇത് വേണം സാറും അല്ലേ ഇത്, സാറ് ഇടയ്ക്ക് വരാറുള്ള അമ്പലത്തിൽ, സാറ് നല്ലൊരു മനുഷ്യനാണ്, ബാലൻ പരിചയപ്പെടേണ്ട ആളാണ് എന്നുറപ്പ്. ഇതാരും ചോദിക്കുമ്പോൾ ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലൻ അറിയുമെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഗോമതി സ്റ്റോഴ്സ് എന്ന് പറയും. കണ്ട സാറിന് നിങ്ങളറിയാം, നിങ്ങൾക്കാണ് സാറിന് അറിയാത്തതെന്ന് തിരുമേനി പറയും. ഇദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. പക്ഷെ ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞ്, നിങ്ങളുടെ പൂജയ്ക്കുള്ള പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്കും കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ 2 ഫാമിലിയും അപ്പുറത്തേക്ക് മാറി ഇന്ന് സംസാരിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ഗോമതിയും ബാലനും അതുപോലെ തന്നെ ഉദയഭാനുവും ഭാര്യയും പരിചയപ്പെടുന്നു പരസ്പരം. ബാലന് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ 5 മക്കളുണ്ട്. അതിൽ മൂത്തവൻ്റെ വിവാഹം മാത്രം നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവന് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷെ അവൻ്റെ വിവാഹം നടക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദയഭാനുവിൻ്റെ ഭാര്യയും പറയുന്നുണ്ട്, അതെ എനിക്കും ഉണ്ട് ഒരു മോള്, എൻ്റെ മോളുടെ വിവാഹം നടക്കണില്ല, മൂത്ത മോള്. അപ്പോൾ അവൾക്കും ഒരുപാട് പ്രായമൊന്നുമില്ല, പക്ഷെ കല്യാണം നടക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരസ്പരം 2 പേരും കൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ മാമൻ കട തുറക്കാൻ വരുമ്പോൾ സ്വർണ്ണക്കള്ളൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്ലക്സൊക്കെ പണ്ടത്തെ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആലോകും ആകാശം കൂടെ വലിച്ചു കീറുന്നുണ്ട്. ഇതാ അച്യുതനെ തല്ലിയതിന് പകരമുള്ള പണിയാണ്. എന്തായാലും ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോണ്. ഇവിടെ ആര്യനെ അവർ ഇറക്കി വിട്ട് അച്ഛനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മീനാക്ഷിക്ക് ഈ ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കണം. ഇത് ചോദിക്കാതിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യം വരും. നമ്മുടെ ധർമ്മമാവൻ പറയുന്നുണ്ട്, എടാ ഇത് ചോദിക്കാൻ പോകരുത്. കാരണം ഇത് ചോദിക്കാൻ ചെന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ കുഴപ്പത്തിലാക്കാനുള്ള പരിപാടിയാണ് അവരുടെ. അതുകൊണ്ട് പളിയൻ എന്തായാലും അമ്പലത്തിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് നേരമാകും. നീ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഇതിങ്ങനെ അവസാനിച്ച് പോകണമെങ്കിൽ പോട്ടടാ എന്ന് പറഞ്ഞപ്പോൾ മാമൻ എന്തേ പറയുന്നത്, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ സാരില്ലടാ, നമ്മളൊന്നും മിണ്ടാണ്ടിരുന്നാൽ ഈ പ്രശ്നം തീരും, ഇത് പളിയനൊന്നും അറിയണ്ടെന്ന് പറയും. അങ്ങനെ അവർ ആകാശ് ഇങ്ങനെ ഇങ്ങനെ വിഷമത്തോടെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഉദയഭാനുവിനെയും അമ്പലമൊക്കെ ഇനി എന്നാൽ ശരി ബാല നമുക്ക് കാണാം എന്ന് പറയും. അങ്ങനെ 2 പേരും ഒരുപാട് സംസാരിച്ച്, ബാലൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉയർന്നു വന്നതെന്നൊന്നും അറിഞ്ഞില്ല, എനിക്ക് ബാലനോട് ഇപ്പോൾ ഒരുപാട് മതിപ്പ് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലന് കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അയാളുടെ എൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. ബാലന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, നമ്മൾ ഇന്നു മുതൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, നല്ല നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ് അങ്ങനെ ഉദയഭാനു അങ്ങോട്ട് പോകുമ്പോൾ സാറേ നിൽക്ക് എന്ന് പറഞ്ഞ് ബാലൻ വിളിക്കും പെട്ടെന്ന്. അപ്പോൾ അയാളുടെ കൈചിയൻ താഴെ വീണ് പോയിട്ടുണ്ടായത്, സാറിൻ്റെ ബ്രേസ്ലെറ്റ് വീണു എന്നൊക്കെ പറഞ്ഞപ്പോൾ സോറി താങ്ക്സ് ബാല എന്നൊക്കെ പറഞ്ഞ് അത് മേടിക്കും. അങ്ങനെ അവർ ആ ഫാമിലി അങ്ങനെ പോകുമ്പോൾ ബാലൻ ഗോമതി പറയുന്നുണ്ട്, എന്തൊരു നല്ല ആൾക്കാരാണല്ലേ കണ്ട ഗോമതി, അവർ നമ്മൾ അവരറിഞ്ഞില്ലെങ്കിലും അവർ നമ്മളറിയുന്നുണ്ട്, അപ്പോൾ അവർ നല്ല മനസ്സുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലന് എന്തോ ഒരു നിധി കിട്ടിയൊരു സന്തോഷം തന്നെയായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ ഭാര്യയും ഭർത്താവും അമ്പലത്തിലും പിന്നെ ആകാശിനെയും ആമനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.